ലൈവ് പാമ്പ് പിടുത്തം. അയ്യോ പേടിച്ചിട്ട് വയ്യ, ചാടി വന്ന് കൂട്ടുന്ന നേരങ്ങട്. അമ്മോ നമ്മളെ കൊണ്ടുവന്ന ആളെ പേടിച്ച്. അയ്യോ അയ്യോ അയ്യോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിയറ്റ്നാം വന്നിട്ട് ഇവിടെ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഗൈഡായ കെൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ അടുത്ത് പാമ്പിറച്ചിയും പാമ്പ് വൈനും പാമ്പ് പിടുത്തക്കാരൻ്റെ ഒരു നാടുണ്ട്, അവിടേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവരികയാണ്. ഇവിടുത്തെ ഒരു വീട്ടിലേക്ക് വന്നത് ആദ്യം തന്നെ പാമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ മെനു ആണ് ആദ്യം തന്നത്. അപ്പോൾ ആ വീട്ടിലത്തെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ തൊലി ഒരിച്ചിട്ടിരിക്കണം നോക്ക് ഒരു ചെടിയിൽ. സൂപ്പർ സ്ഥലം. എന്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാണുന്ന കൂടുകളുടെ ഉള്ളിലൊക്കെ നിറയെ പാമ്പുകളാണ് എല്ലാം. അങ്ങനെ ആ വീടിൻ്റെ ഉടമസ്ഥനും പാമ്പ് പിടുത്തക്കാരനുമായ ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പാമ്പുകളിനെയൊക്കെ ഒന്ന് കാണണം, അതും ജീവനുള്ളത് വിഷമുള്ളതിനെ എന്നെ കാണിക്കണം എന്ന് പറഞ്ഞു. ആള് നമ്മൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് പാമ്പിനെ എടുക്കാൻ പോവാണ് കേട്ടാ. അയ്യോ വേറെ ലെവല്. ഓ അമ്പോ അമ്പോ എന്താ ആൾക്ക് വേണ്ടി കാണിക്കാനാണ് ആൾ എടുക്കുന്നത് കേട്ടോ. ഒക്കെ ജീവനുള്ള നല്ല പാമ്പാണ്, വിഷമുള്ള. ആള് കൂളായിട്ടാണ് പിടിക്കണത്. ഒന്നിന് പാമ്പൊന്നും അല്ല, അത്ര പാമ്പാണത്. സിമ്പിളായിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ. Oh no 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 no. വേണ്ട വേണ്ട. ആളെന്താ കാണിക്കണേ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് മച്ചാനെ. അമ്മോ നമ്മളെ കൊണ്ടുവന്ന ആളെ പേടിച്ച്. അയ്യോ 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 അയ്യോ. കഴിച്ച് നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ ആളുടെ അറിയാണ്ട് സ്ലിപ്പായി പാമ്പങ്ങൾ പോയിട്ട് അപ്പോൾ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചോ പിടിച്ചോ. കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വടിയും കൊണ്ടെടുത്ത് തല്ലിക്കൊല്ലും ഇങ്ങനത്തെ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞാൽ. സൂപ്പർ ഇൻട്രസ്റ്റിംഗ്. അത് പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ എങ്ങനെയാ ആക്കിക്കൊണ്ടിരിക്കുക. ഒരു ഹെൽമെറ്റ് ഒരു വടിയിൽ തൂക്കിയിട്ടിട്ടാണ് ആൾ പിടിക്കാൻ നോക്കണത്. എന്നെ കുറിച്ച് എടുത്തെടുക്കേ. ആള് നമ്മളെ പേടിപ്പിക്കാനാണ് അങ്ങനെ കാണിച്ചത്. കണ്ട സിമ്പിളായി പിടിച്ച്. സിമ്പിളല്ല ആളതിൽ സിമ്പിളായി കൂളായി പിടിച്ചിട്ടു കേട്ടാ. പിന്നെ ഈ കാണുന്ന ആളിനോട് നിങ്ങളെ പാമ്പ് കടിച്ചിട്ടോ എന്ന് ചോദിക്കാൻ പറയണം. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് എന്നെ എത്ര വട്ടം പാമ്പ് കടിക്കണം, ഒരുപാട് വട്ടം പാമ്പ് കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുടെ കൈ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേർക്ക് ആയുർവേദ ചികിത്സ അറിയാം, പോരാത്തതിന് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. എന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ നേരെ അവിടെ പോയിട്ട് ഞാൻ ചികിത്സിക്കുന്നതാണ് ആൾ ഉത്തരം പറഞ്ഞത്. എന്തായാലും സമ്മതിക്കണം ഇയാളിനെയൊക്കെ. അത് കഴിഞ്ഞ് വിഷമില്ലാത്തൊരു പാമ്പിനെടുത്ത് എൻ്റെ കയ്യിൽ തരികയാണ് കേട്ടോ. എനിക്ക് അല്ലെങ്കിലേ ഒരുമാതിരിയാണ്, എനിക്ക് ആകെ പേടിച്ചിട്ടാണ് അതെടുത്ത് കൈ ഞാൻ പിടിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ കൊഴുകൊഴുപ്പും അത് കൈ പിടിക്കുമ്പോൾ ആകെ എന്താ പോലെ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കൈപ്പിടിച്ചിരുന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വീട്ടിലും ഇതേപോലെ വേറെ സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് കെന്ന്. വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വരികയാണ്, പോവാണ്. ഇതെന്തത്? അതാ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ മാമ വേറെ അതൊക്കെ ഏതൊക്കെയൊക്കെയോ പാമ്പുകളാണ് കേട്ടാ. ഏതൊക്കെയൊക്കെയോ പാമ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ അമ്മേൻ്റെ ധൈര്യം സമ്മതിച്ച്. അതിൻ്റെ ഉള്ളിലാ. ഇതാ വേറൊന്നുമല്ല, അത് ഇതുപോലെ എല്ലാ കുപ്പിയിലും പാമ്പുകളും ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടാ. നിറയെ പാമ്പുണ്ട്. പെട്ടെന്ന് ഞാൻ മുതലിനെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ച് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച്. അയ്യോ
ജീവനല്ല, അപ്പം അത് പ്രതിമയാണ്. എല്ലാ ബോട്ടിലും ഓരോരോ ടൈപ്പ്, ഓരോരോ എന്താ കുടല്, അത് ഇത് അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇതേപോലെ ടേബിളിൽ നിറച്ച് ഇതാണ്. കാണുമ്പോൾ തന്നെ മനുഷ്യന് പേടിയാവണം. അതൊക്കെ ആളുകൾ എങ്ങനെയാണോ ഇപ്പോൾ കഴിക്കണേ. അതും ഈ ഒരു പ്രായമായ അമ്മയാണ് ഇത് നടത്തുന്നത്. വലിയ വലിയ സാധനങ്ങൾ ഇപ്പുറത്തുണ്ട് കേട്ടാ. ഇതാ നോക്കിത് വലിയ വലിയ സാധനങ്ങളുണ്ട്. അതൊന്ന്, ഇത് 2, ഇത് 3, ഇത് ഏതൊക്കെ ഇത് ഉടുമ്പാ, എന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയൊക്കെ ഇളകുണ്ട്. മനുഷ്യന് പേടിയാവണു. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെളി വന്നാലേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് പാമ്പുകളിനെയൊക്കെ. വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞാൽ നോക്കാം. എലിയോ എട്ടുകാലിയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അവിടെ വന്നപ്പോൾ എന്തൊക്കെയൊക്കെയോ ഇളകണു, പേടിച്ചു. അല്ല, ഒരു എലി ഇവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഇതാ ഈ കിടക്കണ ഈ സാധനത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ പെരുത്തൊരു സാധനം കിടക്കുന്നുണ്ട്. അതിന് കഴിക്കാനാണ് ഈ എലി. പാവം എലി രക്ഷപ്പെടാൻ വേണ്ടി മോള് വരെ എത്തിയിരിക്കുകയാണ്. പാവം ട്ടാ. ഇവിടെയാണ് അതിന് നേരാക്കണ സ്ഥലം കേട്ടോ പാമ്പുകളിനെ. അത് കണ്ട അതിൻ്റെ ഒരു എല്ല് കാര്യങ്ങൾ, തൊലി, അതിൻ്റെ അപ്പുറത്താണ് അതിൽ കയ്യൊക്കെ കഴുകുക. ഇത് ഈ അമ്മയാണിത് ചെയ്യണത്. എത്ര പ്രായമുണ്ട്, നമ്മുടെ അച്ഛമ്മനെയും കാട്ടി പ്രായമുള്ളൊരു അമ്മയാണ്. ആ അമ്മയാണ് ഇത്ര ധൈര്യത്തോടെ ഇതൊക്കെ ചെയ്യണത്. നമുക്ക് അറപ്പാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ. ഇതാ സ്കിൻ, പാമ്പിൻ്റെ സ്കിന്ന്. എന്താണ് ആൾക്കേ കൂടെ വന്ന ആൾക്കേ പേടി. ഒയ്യോ this is fry. അമ്മോ അയ്യോ അമ്മയ്ക്കൊരു പേടിയില്ല കേട്ടാ. മമ്മ അത് ബോക്സ് അടക്കി. വെച്ച പാമ്പിന്റെ തലയാണ് കേട്ടാ. തല മാത്രം വെട്ടിയെടുത്ത് വെച്ചിരിക്കണ. അതായത് കെന്നെ പറയുന്നത് ഇവിടുത്തെ പാമ്പിൻ്റെ കരളോ അങ്ങനെ എന്തോ എടുത്ത് ചോറിൻ്റെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കുന്നത്ര. അത് നല്ല ടേസ്റ്റുമാണ്, ശരീരത്തിന് നല്ലതുമാണ് ഇത്ര. ഞമ്മക്കിതൊന്നും ശീലമില്ലല്ലോ. ഞമ്മക്കിത് അതുപോലെ തന്നെ വൈനും വേണമെങ്കിൽ കുടിച്ചാൽ നല്ലതാണെന്നാണ് പറയണത്. എനിക്കൊക്കെ കാണുമ്പോഴേ പേടിയാവണം, പിന്നെയല്ലേ ഞാൻ കഴിക്കാൻ നിൽക്കണേ. പിന്നെ ഇവിടുത്തെ ചുമരിലെ പാമ്പ് പിടുത്തക്കാരൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടുത്തെ മെയിൻ ആളുകളുടെ. ശേഷം അമ്മ എന്തൊക്കെയൊക്കെയോ എടുത്തിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ ഈ അമ്മ എടുത്തിട്ട് വരുന്നുണ്ട്. അമ്മോ, ജീവനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ജീവനുള്ള സാധനങ്ങളാണ് ഈ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. വേണ്ട 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 ബ്രോ. അവിടെ വേറെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ഇവിടെയുള്ള ഗ്രാമങ്ങളായ സാപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. വിയറ്റ്നാമെന്ന് 7 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ എന്നെ കൊണ്ടാക്കി ഞാനിതപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. വിയറ്റ്നാമത്തെ ഒരു ട്രെയിനാണ് കേട്ടോ അത്. അമ്മർത്തതുപോലെ ഫോട്ടോ ഒക്കെ വെച്ച് ഇതവിടെ അടയ്ക്കുന്നതും തുറക്കുന്നതും പിന്നെ 2 ബെഡ്, പുതപ്പ്, പിന്നെ ഒരു ലേസ്, ഒരു പഴം, ബ്രഷ്, ഇതുപോലെ കുപ്പിവെള്ളം, വെള്ളം, ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളിയായിട്ട് കേട്ടാ. ഞാൻ ഇവിടെയാണ്. അതായത് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ. നമ്മുടെ നാട്ടിലത്തെ ഇത് സ്ലീപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നു കിടന്നുകൊണ്ടത്. ഇവിടെ എല്ലാവരും റൂം പോലെ ഹണിമൂൺ ആഘോഷിക്കേണ്ട റൂം പോലത്തെ ഇവിടെ ഉണ്ട്. കുറേ കപ്പിൾസൊക്കെ അവിടെ ഉണ്ട്. കാരണം എന്ത് നീറ്റാണ് നോക്ക്, ഭംഗി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അച്ഛമ്മനോട് വീഡിയോ കോളൊക്കെ ചെയ്ത് വിശേഷമൊക്കെ ചോദിച്ച് ഞാനിപ്പോൾ മിണ്ടാണ്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ട്രെയിൻ പയ്യെ മൂവായി പ്രശസ്തമായ ഹനോയ് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ പോയി നമ്മൾ നേരെ സാപ്പ എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അവിടുത്തെ വിശേഷമായിട്ട് വരാം. ബൈ.